ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി നാട്ടിൽ നിന്ന് വന്നിട്ട്. ഇപ്പോൾ പണിയൊന്നും ശരിയായിട്ടില്ല. പല സ്ഥലത്തും ചെയ്ത് കൊണ്ടു കൊടുത്ത്. എൻ്റെ അടുത്ത് വല്ല പണി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വന്നിട്ട് എത്ര ഇവിടെ? ഇപ്പോൾ വന്ന കാര്യമൊന്നും പറയണ്ട. വന്നിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം വിസിറ്റിംഗ് കൊടുത്തു. ഇനിയിപ്പോൾ തീരാൻ കുറച്ചും കൂടി ഉള്ളൂ. ഇപ്പോൾ ഒന്നും ആയിട്ടില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ നാട്ടിലേക്ക് തന്നെ പോകേണ്ട ഗതികേട്ടിലാണ് വരുന്നത്. നൗഷാദിനോടൊന്ന് പറഞ്ഞു നോക്കാം. അവൻ്റെ അടുത്ത് കുറെ വേക്കൻസിയും അവൻ്റെ അടുത്താണ് ഇപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ. എന്തായാലും ഇവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മുമ്പ് ചെയ്തു തരുമായിക്കാരോ. അവനെ വിളിച്ചാൽ മതി, ശരിയാക്കി തരുമായിക്കാരോ അല്ലേ? അന്നൊന്ന് വിളിച്ചു നോക്കാം നമുക്ക് അല്ലേ? ഹലോ, വലൈക്കും അസ്സലാം. നൗഷാദല്ലേ? അതെ, ആരാണ്? ഞാനാണ് യാസിറാണ്. ഏത് യാസർ? യാസിർ പുറത്തൂര്. നമ്മുടെ ആശുപത്രി പഠിക്കല്ലേ? ഈ ഇവിടെ നിന്ന് എത്തിയത്? ഞാൻ വന്നിട്ട് 2 ദിവസമായി. അത് ശരി. എന്നിട്ട് നമ്മളൊന്നും ഈ വിളിച്ചില്ലല്ലോ. അത് വിളിക്കാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ജോബ് അന്വേഷിച്ചുള്ള നടത്തത്തിലായിരുന്നു. ഇല്ല, പണിയൊന്നും ശരിയായില്ല. എന്തെങ്കിലും പണി ഉണ്ടോ? ഞാനിപ്പോൾ 2 മാസമായി വന്നിട്ട്. വിസിറ്റിംഗ് ആണെങ്കിൽ തീരാനുമായി. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. കുറേ ബുദ്ധിമുട്ടുള്ളതല്ലേ. അപ്പോൾ എന്തെങ്കിലും പണി ഉണ്ടോ കയ്യിൽ? എന്തെങ്കിലും പണി ഉണ്ടാ? എനിക്കൊക്കെ പണി വന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് പണി കൊടുക്കുക? ഈ എൻ്റെ CV നിന്റെ വാട്സപ്പിലേക്ക് ഈ എന്ത് വർത്തന ഈ പറഞ്ഞത്? എനിക്കുള്ള പണി ഞാൻ ശരിയാക്കി തരൂലേ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. CV ആണ്ട് വാട്സപ്പ് ചെയ്യാം. ആരുടെ ഇത്? ആകെ ഒരു വള്ളിപൊട്ടി കേസാ. പണി അന്വേഷിച്ചിട്ട് വിളിക്കാം. ഇങ്ങോട്ട് വരും ഓരോരുത്തർ. കുടുംബക്കാരാണ്, നാട്ടുകാരനാണ്, കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് 2 മാസമായത്. നാട്ടിൽ കൊണ്ട് പോയിക്കോളാം. ഈ പണി ശരിയായില്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇവിടെ നിൽക്കണം. പക്ഷെ എന്താ പറഞ്ഞു? പണിയുണ്ട്, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ മതിയായിരുന്നു ആദ്യം തന്നെ. ഇത്രയും നല്ല ആൾക്കാരൊക്കെ അവിടെ ഉള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല.